ആദ്യം മുസ്ലിം സമുദായത്തിനെതിരെ വളരെ മോശം പരാമർശം വെള്ളാപ്പള്ളി സ്റ്റേറ്റ് കാറിൽ വന്നിറങ്ങുന്നു. ആ യോഗത്തിൽ വെള്ളാപ്പള്ളിയും പിണറായി വിജയനും എത്തുന്നു. അവിടെ UP മുഖ്യമന്ത്രി BJPയുടെ പടക്കുതിര യോഗി ആദിത്യനാഥ് എന്ന ബുൾഡോസർ രാജിൻ്റെ പ്രസ്താവന വായിക്കുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കണം. ഇത് ഒരു വളരെ വ്യക്തമായ പൊളിറ്റിക്കൽ മെസ്സേജാണ്. ഇനി യോഗത്തിൻ്റെ പ്രസംഗത്തിലോ വെള്ളാപ്പള്ളി നടേശൻ പല കാര്യങ്ങളും പറഞ്ഞതോടൊപ്പം മുഖ്യമന്ത്രി ഒരു അയ്യപ്പ ഭക്തനാണെന്നും പറഞ്ഞു. അല്ലേ? ഇതുവരെ മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറഞ്ഞിട്ടില്ല, അത് നിഷേധിച്ചിട്ടില്ല. മുമ്പൊരു നേതാവുണ്ടായിരുന്നു, മത്തായി ചാക്കോ, മരിച്ചുപോയി. അന്ന് കത്തോലിക്ക സഭയുടെ ഒരു പ്രധാനപ്പെട്ട ബിഷപ്പ് മത്തായി ചാക്കോ ക്രൈസ്തവ സഭയുടെ രീതികളനുസരിച്ച് കൂദാശ ഏറ്റുവാങ്ങിയ ശേഷമാണ് മരിച്ചതെന്ന് പറഞ്ഞു. അന്ന് പിണറായി വിജയൻ വിളിച്ച പേര് നികൃഷ്ടജീവി എന്നാണ്. അന്ന് പിണറായി വിജയൻ അത് വിളിക്കുമ്പോൾ അത് ശരിയാണെന്ന് വിശ്വസിച്ച ഒരാളാണ് ഞാൻ. സത്യത്തിൽ മനസ്സിൽ കൈയടിച്ച ആളും അങ്ങനെ പറയണം. മത്തായി ചാക്കോ CPM കാരനാണല്ലോ, സ്വാഭാവികമായിട്ടും. അപ്പോൾ അന്ന് അതിനെ എതിർത്ത് പറഞ്ഞ പിണറായി വിജയൻ ഇന്ന് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. 48 മണിക്കൂർ കഴിയുന്നു. അപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ പ്രസ്താവന വായിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ അയ്യപ്പ ഭക്തനായ പിണറായി വിജയൻ എന്ന പ്രസ്താവനയോട് ഒരു മറുപടി പോലും പറയാത്ത പിണറായി വിജയൻ, പഴയ പിണറായി വിജയനിൽ നിന്ന് പുതിയ പിണറായി വിജയനിലേക്കുള്ള ദൂരമാണ് ഞാനിവിടെ അളക്കുന്നത്. അത് വേറെ ഏതെങ്കിലുമായി അടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കാലം തെളിയിക്കട്ടെ.